ഹലോ എവരിവൺ. ഇന്നിതാ എൻ്റെ ലിയോൻ്റെ അലാറം അടിച്ചത് 5:50 കേട്ടോ. ഇത് ഏകദേശം ഈ സമയമാണ്, ഒരു 5:30, 5:45, 5:50 ഇതൊക്കെയാണ് ഞങ്ങളുടെ സമയം. അങ്ങനെ അവൻ്റെ പരിപാടികളൊക്കെ കഴിഞ്ഞ് ഞാൻ ഇന്നത്തെ ഒരു ചെറിയ പ്ലാൻ ഉണ്ടാക്കി വെച്ചതാണ് എന്തൊക്കെ ചെയ്യാനുണ്ട് എന്നുള്ളത്. ഇന്ന് ക്ലാസ്സില്ല, അപ്പം ചെയ്യാനുള്ള കാര്യങ്ങളുടെ ലിസ്റ്റ് കുറച്ച് കൂടുതലാണ്. മെയിൻ പരിപാടി എന്ന് പറഞ്ഞാൽ ഇതാ ഇരിക്കുന്ന ആളെ കുളിപ്പിക്കുക എന്നുള്ളതാണ്. കുടിക്കാൻ ഇത്രയും മടിയുള്ള പേടിയുള്ള വേറൊരാളെ ഞാൻ കണ്ടിട്ടില്ല കേട്ടോ. അതൊക്കെ കഴിഞ്ഞ് അവനതാ ഉണക്കാനിട്ടിരിക്കുക കേട്ടോ. പുറത്ത് കൊണ്ടുപോയി ഞങ്ങൾക്ക് മറ്റേ ഡ്രയറൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾ നാച്ചുറൽ കാറ്റാണ് വെച്ചിട്ടാണ് ഞങ്ങൾ ഉണങ്ങുന്നത്. ഇന്ന് മൊത്തം ഇവൻ്റെ വയ്യാലെ തന്നെ ആയിരുന്നു. അപ്പോൾ ഇതാ ഹസ്ബൻഡ് വന്നതിന് ശേഷം അവൻ്റെ കൂടെ എല്ലാ കളിയാണ് കാണുന്നത്. അവനിഷ്ടം അങ്ങനെ ഓടി കളിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ പുറത്തിറങ്ങിയ സന്തോഷമാണ് ആ കാണുന്നത്. അപ്പം അങ്ങനെയുള്ള കൊച്ചു കൊച്ചു പണികളൊക്കെ കഴിഞ്ഞ് ഇന്നിപ്പോൾ രാത്രിയാണ് ഇത് ബുക്ക് എടുക്കാൻ വേണ്ടി കഴിഞ്ഞത്. ഇന്ന് FM ആണ് നോക്കുന്നത്. FM നോക്കിയിട്ട് കുറേ കാലമായി, കുറച്ച് കാലമായി FM നോക്കിയിട്ട്. അപ്പം ഇന്ന് അതാണ് പെട്ടീനുള്ളിൽ നിന്നൊക്കെ പുറത്തേക്ക് എടുത്ത് വന്നത്. അപ്പോൾ ആദ്യം തന്നെ ഞാൻ റിവിഷൻ ചെയ്യാമെന്ന് വിചാരിച്ചു. ആദ്യമേ പഠിച്ചു വെച്ച കുറച്ച് കാര്യങ്ങൾ ബുക്ക് തുറന്ന് നോക്കിയപ്പോൾ അതിൽ കണ്ടു. അതിൻ്റെ ഓർമ്മയൊന്നും എനിക്കില്ല. ബുക്കിൽ കണ്ടു ഞാൻ ഒരു ഷോർട്ട് നോട്ട് ഉണ്ടാക്കി വെച്ചത്. ഇത് തുടക്കത്തിൽ എപ്പോഴും ഉണ്ടാക്കിയാൽ തോന്നുന്നു, ന്യൂസ് പ്രിൻ്റിലൊക്കെയാണ് ഉണ്ടാക്കി വെച്ചത്. അപ്പോൾ എന്തായാലും അതൊന്ന് എടുത്ത് വായിച്ചു നോക്കാമെന്ന് വിചാരിച്ചു. കുറച്ചൊക്കെ പഠിച്ചു. ആദ്യത്തെ ഒരുവിധമൊന്നും ഓർമ്മയില്ല, കുറേയൊക്കെ മറന്നുപോയി. റിവിഷൻ എന്ന് പറഞ്ഞാൽ മെയിൻ സാധനമാണ്. ഷോർട്ട് നോട്ട് ഉണ്ടാക്കി വെച്ചതെന്ന് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. നമ്മളത് കറക്റ്റായിട്ട് റിവൈസ് ചെയ്തിട്ടില്ലെങ്കിൽ ഒക്കെ കയ്യിൽ നിന്ന് പോകും. ഇന്നിപ്പോൾ ഒരുവിധമൊക്കെ കയ്യിൽ നിന്ന് പോയിട്ടുണ്ട്. അപ്പം പിന്നെ ഇപ്പോൾ ഇതാ രണ്ടാമതും ഇരുന്ന് ഒന്നേന്ന് പറഞ്ഞ് തുടങ്ങുകയാണ്. എന്നാലും ഷോർട്ട് നോട്ട് ഉള്ളതുകൊണ്ടൊരു സുഖം കേട്ടോ. ഒക്കെ അങ്ങനെ എടുത്തെടുത്ത് വായിക്കണ്ട. ഇതൊന്നും നമുക്ക് അതിലേക്ക് പോവാം, മറന്നുപോയ കാര്യങ്ങൾ അല്ലെങ്കിൽ അങ്ങനെ പോവാം. അങ്ങനെ ഒരു മെച്ചമുണ്ട് ഇതിന്. ഇന്ന് ആക്ച്വലി FM-ൻ്റെ കൂടെ എനിക്ക് റെയിൽവേയും കൂടി പഠിക്കാനും വേണ്ടിയിട്ടുണ്ടായിരുന്നു. അതിന് രണ്ടും കൂടിയാണ് ഞാൻ ഇന്ന് പഠിക്കാൻ വേണ്ടിയിട്ട് എഴുതി വെച്ചത്, റെയിൽവേയും അതുപോലെ തന്നെ FM-ഉം. പക്ഷേ ബാക്കിയുള്ള ഓരോ കാര്യത്തിന് ഇന്നിപ്പം വീഡിയോ എഡിറ്റ് ചെയ്യാനൊക്കെ കാര്യമായിട്ട് അറിയാത്തതുകൊണ്ട് തന്നെ അതിന് വേണ്ടിയിട്ട് ഞാൻ വിചാരിച്ചതിനേക്കാളും കൂടുതൽ സമയമെടുത്തു. അതൊരു അപ്പം എന്താ വെച്ചാൽ എനിക്ക് പഠിക്കാനുള്ള സമയം കുറച്ച് കുറഞ്ഞു. ഇതിപ്പം ഞാൻ അത്ര കാര്യമായിട്ട് എടുക്കുന്നില്ല, കാരണം സ്റ്റാർട്ടിങ് ആണല്ലോ, ഞാൻ പഠിച്ച് വരുന്നേ ഉള്ളൂ. ഞാൻ എടുക്കുന്ന വീഡിയോസ് ഇപ്പോൾ കുറച്ച് ലോങ്ങായി പോകുന്നുണ്ട്. അപ്പം അത് എഡിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ചും കൂടി സമയം എടുക്കുന്നുണ്ട്. അപ്പം എനിക്കിങ്ങനെ കാര്യങ്ങൾ മനസ്സിലായി വരുന്നേ ഉള്ളൂ. ഇപ്പം അത്ര ലോങ് ആയിട്ട് എടുക്കണ്ടെന്നും അതുപോലെ ഇങ്ങനെ എടുക്കണ്ട അങ്ങനെ എടുക്കണ്ട, അങ്ങനെ ചില കാര്യങ്ങളൊക്കെ എനിക്ക് ഇങ്ങനെ മനസ്സിലായി വരുന്നേ ഉള്ളൂ. അപ്പം ഇപ്പോൾ എടുക്കുന്ന അത്ര സമയം കുറച്ച് കഴിഞ്ഞാൽ എടുക്കില്ല എന്നുള്ളൊരു കോൺഫിഡൻസിലാണ് ഞാൻ. അപ്പം എനിക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ഒരു സർട്ടൈൻ എഡിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു സർട്ടൈൻ ടൈം ലിമിറ്റ് ചെയ്തിട്ട് ബാക്കിയുള്ള സമയം പഠിക്കാൻ വേണ്ടിയിട്ട് എടുക്കാം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പം ഇപ്പം ഉള്ള ഒരു ലോസിനെ ഞാൻ അത്ര കാര്യമായിട്ട് എടുക്കുന്നില്ല. അപ്പം ഉള്ള ടൈം ഞാൻ പഠിക്കാം എന്നുള്ള ഒരു ലെവലിലേക്കാണ്. അപ്പം റെയിൽവേനെ ഞാൻ അവിടെ വെച്ചു, FM പഠിച്ചു. നമുക്ക് ആക്ച്വലി ആദ്യമായിട്ട് വേണ്ടത് PSCയിൽ മെയിനായിട്ട് നമുക്ക് വേണ്ടത് ഒരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡാണ്, ഒരു ഗ്രോത്ത് മൈൻഡ് സെറ്റാണ് നമുക്ക് വേണ്ടത്. അതായത് പ്രത്യേകിച്ച് ഹൗസ് വൈഫ്സിന് നമുക്ക് കിട്ടുന്ന സമയം വളരെ കുറവായിരിക്കും. എന്ന് വിചാരിക്കാതെ തന്നെ പല രീതിയിൽ സമയം നമ്മുടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകും. അപ്പം മെയിനായിട്ട് നമുക്ക് വേണ്ടത് ഇത്ര സമയമെങ്കിലും പഠിച്ചല്ലോ എന്നുള്ള ഒരു മൈൻഡ് സെറ്റാണ്. ഇന്നെനിക്ക് ഞാൻ വിചാരിച്ച പോലെ പഠിക്കാൻ കഴിഞ്ഞില്ലല്ലോ എന്ന് ആലോചിക്കുന്നതിനേക്കാളും നല്ലതാണെന്നല്ല, നമുക്ക് വേണ്ടത് എന്താ വെച്ചാൽ ഇന്ന് ഞാൻ ഇത്രയും പഠിച്ചു എന്നുള്ളൊരു മൈൻഡ് സെറ്റാണ് വേണ്ടത്. എനിക്ക് ഇത്രയും കാലത്തിനിടയ്ക്ക് അതാണ് മനസ്സിലായിട്ടുള്ളത്. എനിക്ക് എപ്പോഴും മിക്കവാറും ഞാൻ ഡൗൺ ആയിട്ടിരിക്കാറുണ്ട്, എൻ്റെ പ്ലാൻ അനുസരിച്ച് കാര്യങ്ങൾ നടന്നില്ലല്ലോ. പക്ഷേ ഇപ്പം എനിക്ക് തോന്നുന്നത് എന്താണെന്ന് വെച്ചാൽ അങ്ങനെ വിചാരിച്ചിട്ട് കാര്യമില്ല. നമുക്ക് കിടക്കാൻ നേരത്തൊരു ഇത് വേണം, ഇന്ന് ഞാൻ ഇത്രയും പഠിച്ചു, ഇത്രയെങ്കിലും ഞാൻ പഠിച്ചു, എൻ്റെ ഈ ഒരു ഷെഡ്യൂളിൻ്റെ ഇടയിൽ ഞാൻ ഇത്രയെങ്കിലും പഠിച്ചു, നാളെ ഞാൻ കുറച്ചും കൂടി കൂടുതൽ പഠിക്കും. അപ്പോൾ അങ്ങനെ ആലോചിക്കുമ്പം നമുക്കൊരാശ്വാസമുണ്ട്. അത് തന്നെ നമ്മളൊരു കോൺഫിഡൻസ് ബിൽഡ് ചെയ്യും, ഞാൻ എന്തൊക്കെയോ ചെയ്യുന്നുണ്ട് എന്നുള്ളത്. അപ്പം ആ ഒരു മൈൻഡ് സെറ്റിലേക്കാണ് ഞാൻ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. ഈ വീഡിയോസും കൂടി എടുക്കുമ്പം എനിക്ക് കുറച്ചും കൂടി ഒരു സുഖമുണ്ട്. കാരണം എൻ്റെ സമയം ഞാൻ വളരെ പ്രൊഡക്റ്റീവായിട്ടാണ് യൂസ് ചെയ്യുന്നത്. ഇങ്ങനെയൊന്നും ഞാൻ ഇപ്പോൾ സമയം ഒഴിവാക്കുന്നില്ല. വീഡിയോസ് എടുക്കാനാണെങ്കിലും പഠിച്ച് തന്നെയാണ്, പഠിച്ചുകൊണ്ട് അത് റെക്കോർഡ് ചെയ്തുകൊണ്ട് തന്നെയാണ് ഞാൻ വീഡിയോസ് എടുക്കുന്നത്. എനിക്ക് കുറച്ചും കൂടി കൂടുതൽ പ്രസൻറ്റായിട്ട് തോന്നുന്നുണ്ട്.
സോ അതൊക്കെയാണ് അപ്പോൾ ഇന്നത്തെ കാര്യം. അപ്പോൾ ഇനി നമുക്ക് അടുത്ത വീഡിയോ കാണാം കേട്ടോ. ബൈ.